ഗൈസ് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. എന്താ വെച്ചാല് ഞാൻ നടന്നിട്ട് വേണം വഴിപാറിന് കൊടുക്കാൻ. എന്നാണ് നമുക്കൊരു 2 ഗസ്റ്റാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടാ. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് ആരായിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ആരായിരിക്കും എന്നാല് ആ ഗസ്റ്റിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ കോമഡി ഇഷ്ടപ്പെടുന്ന എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആരായിരിക്കും അത്? ഞാൻ അദ്ദേഹത്തെ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ടൈലർ അംബുജാക്സൺ. ടൈലർ അംബുജാക്സനാണ് അദ്ദേഹം. അതുപോലെ അദ്ദേഹത്തിന് പാന്റ് അടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാല് എത്ര പാന്റ് അടിച്ചു കഴിഞ്ഞാലും അദ്ദേഹം അടിക്കുന്ന പാന്റിന് 3 കാലാണ്. അതെന്താണെന്ന് അറിയില്ല. പാന്റ് അടിക്കും, നല്ല ഡ്രസ്സല്ലോ ഒക്കെ, നല്ല നല്ല ഡ്രസ്സ്. അറബികൾക്കൊക്കെ നല്ല നല്ല ഡ്രസ്സ് അടിച്ചിട്ടുണ്ട്. എന്നാൽ അടിച്ച ഡ്രസ്സൊക്കെ ഒരു പാന്റിന് 3 കാലാണ്. അതെന്താണെന്ന് അറിയില്ല. ആരായിരിക്കും പറയാൻ പറ്റുമോ? 1 2 3. അതെ, മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം SH വാജി ബ്ലോഗിലെ വാജിക്ക മാത്രമല്ല, സലി വാജി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, വാജിക്ക ഒരു പൂവിന് ചോദിച്ചപ്പോൾ ഒരു പൂക്കാല കൊണ്ടുവന്നു. എന്നാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളെയാണ് ഞാൻ ഇപ്പൊ ഇന്ന് കാണാൻ പോകുന്നത്. വാജിക്ക മാത്രമല്ല ഞാൻ കാണാൻ പോകുന്നത്. ഒരുപാട് ഞാൻ ആഗ്രഹിച്ച, ഞാൻ ഒരുപാട് മുമ്പ് കുറെ വീഡിയോ, ഞാൻ യൂട്യൂബർ ആകാൻ പറയാൻ പറ്റില്ല, യൂട്യൂബർ ആകാൻ മുന്നേ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരുപാട് രസിച്ച ഒരാളെ എനിക്ക് ഇവിടെ മുന്നിൽ കിട്ടിയിട്ടുണ്ട്. ബിഗ് ഫാൻ എന്ന് പറയുന്നത് സലീന വാജി, പിന്നെ ഉഡായിപ്പിന്റെ ഉസ്താദ് വാജിക്ക. അപ്പൊ എല്ലാരും ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ഒരു സോഷ്യൽ മീഡിയ ഒന്ന് കണ്ടുമുട്ടി നമ്മൾ ഇങ്ങനെ ഒരു ഫ്രണ്ട്സായി മാറി. സന്തോഷം. ഇതാണ് മനസ്സിലായില്ലേ? ഇതാണ് നമ്മളെ ഉഡായിപ്പിന്റെ ആശാൻ അല്ലേ? ഉഡായിപ്പിന്റെ ഉസ്താദ്. പേരെന്താ? ശരിക്കും പേരല്ല കേട്ടോ. പേര് പലരും ചോദിക്കാറുണ്ട് പേരെന്താന്നുള്ളത്. കാരണം എല്ലാരും ഈ ഒരു ലാബിൽ തന്നെയാണ്, ഉഡായിപ്പിന്റെ ഉസ്താദ് എന്നുള്ള ലാബിൽ തന്നെ പറയുന്നത്. പക്ഷെ ഞാൻ എല്ലാ വീഡിയോയിലും എന്റെ പേര് പറയുന്നുണ്ട്, പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഒറ്റ ഫ്ലോയില് പറയുന്നോട് Hi guys, welcome back to my channel. It's me Azhar D2S. ഒന്നും മനസ്സിലാക്കാം. അതിൽ അസർ D2S എന്നാണ് പേര്. D2S എന്നായിരിക്കും. അത് എന്താണെന്നായിരിക്കും ഡൗട്ട്. അസർ എന്തുണ്ട്? വാജിക്കന നാട്ടിലാണല്ലേ? വാജിക്കന നാട്ടിലല്ലേ? അല്ലല്ല, ഞാൻ മലപ്പുറം. വാജിക്കാന്റെ അടുത്ത് വന്നതാ. ഞാൻ വാജിക്കാന്റെ ഏതെല്ലോ വീഡിയോ നിങ്ങളെ കണ്ടിരുന്നു. നിങ്ങളെ വീഡിയോയിൽ നമ്മൾ കമന്റ് ചെയ്യലുണ്ട്, മൈൻഡ് ആക്കലില്ല. അത് ഞാൻ അറിയാം. ശരിക്കും പറയാം, ഞാൻ നിങ്ങളെ ജീവിതത്തിൽ കാണുമെന്ന് പ്രതീക്ഷിക്കാം. സന്തോഷം. നിങ്ങളോട് ഞാൻ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരിൽ കാണാൻ വന്നത് വലിയ സന്തോഷത്തിലല്ല, നിങ്ങളുടെ അടുത്ത് വന്ന വലിയ സന്തോഷത്തില്ല, നമ്മുടെ കുടുംബത്തിൽ എത്തിയത് വലിയ സന്തോഷത്തില്ല. അപ്പൊക്കെ സുഖമില്ലാത്ത കാര്യം ഈ അവസരത്തിൽ അതും കൂടി പറഞ്ഞിട്ട് നിങ്ങളെ കൂടി ഒന്നാമത് നിങ്ങൾ മാനസികമായിട്ട് കുറച്ച് പ്രയാസത്തിലാണ് ഇപ്പോഴത്തെ. ഇങ്ങനെ അസുഖം, ഓപ്പറേഷനും കാര്യങ്ങളും. അതിൽ യൂട്യൂബിനെ പറ്റിയിട്ട് ചെറിയൊരു കാര്യം, ഇതുവരെ ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്നത് പറ്റിട്ട് പറയുന്നത് നല്ല നല്ല വീഡിയോകൾ ഒരുപാട് ചെയ്തു. പ്രേക്ഷകരും അതുപോലെ ഉണ്ട്. നമുക്ക് രണ്ടുപേർക്കും പ്രേക്ഷകരും കുറവാണ്. അതുപോലെ എല്ലാം കൊണ്ടും നമ്മള് കാണും. എന്നാൽ ഭാവിയിൽ അടുത്ത വീഡിയോ അല്ലെങ്കിൽ അതിന്റെ നിങ്ങൾ ചെയ്യാത്ത വീഡിയോ അങ്ങനെയൊക്കെ ഒരാഗ്രഹം ഉണ്ടാവും, എന്ത് ചെയ്യണം എന്നുള്ളത് യൂട്യൂബിൽ. എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട്. ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കയറി വന്നൊരു ടൈം, ഇങ്ങനെ കയറിയ ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ചെയ്തൊരു പരിപാടി
ഇടക്കിടക്ക് നമ്മൾ പോസ്റ്റ് ഇടും, കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇടും. അടുത്തത് ഞങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് ചോദിക്കും. അപ്പൊ ഓഡിയൻസിന്റെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല ഓഡിയൻസ്. അതുപോലുള്ള അങ്ങനെ ചോദ്യങ്ങൾ ഇടക്ക് നിങ്ങളുടെ വീഡിയോയിൽ ചോദിച്ചാൽ ഉപകാരപ്പെടും. അത് നമുക്ക് അനുഭവമുണ്ട്. ഒരു ടൈമിൽ നമ്മളത് നമുക്ക് ഓർമ്മയില്ലേ, നമ്മൾ ഇടക്കിടക്ക് ലൈവിലൊക്കെ വന്ന് ചോദിക്കുന്നത്. അതുപോലെ ആശിം ഖാൻ എന്താണ് ആശിം ഖാന്റെ ആഗ്രഹം, എന്നെ കൊണ്ട് എന്താണ് ഇന്നത് ചെയ്ത് തരേണ്ടത്, പുറമെ നമ്മള് കമന്റ് ബോക്സിലും ചോദിക്കുന്നില്ല, ഇത് ഡയറക്റ്റ് ചോദിക്കുന്നു. ഇത് ഒരു യൂട്യൂബറിന് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ് ഇഷ്ടം, കോമഡി ആയിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമുക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മളൊന്ന് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് നമ്മളിപ്പോ നടന്നിട്ടെടുക്കുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നത് ഒരു 10 ദിവസം കൂടി നാട്ടിലുണ്ട്. ഇത് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ഞാൻ ഈ ചങ്ങായിനെ കാണുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെല്ലാം കൂടിയും വരേണ്ട കുറച്ച് ആൾക്കാരെ അവർക്കൊന്നും സൗകര്യപ്പെടാത്തതുകൊണ്ട് അത് വരാതെ എന്താ ചെയ്യാം. നമ്മളിപ്പോ യൂട്യൂബർ ആകുമെന്നൊന്നും വിചാരിച്ചില്ല. യൂട്യൂബർ ആകുമ്പോൾ പറയുന്നില്ല, ഇങ്ങനെ അങ്ങനെ പോയി ഒരു യൂട്യൂബർ. അത് നമ്മൾ